പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വാ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായിട്ട് ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിക്കുകയും ആ വിവാഹത്തെ തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു സൽക്കാരം ഒരുക്കുകയും ചെയ്തു. വിവാഹം കഴിഞ്ഞു ആ ഭാര്യയോടൊപ്പം വീട് കൂട്ടിയതിന് ശേഷം റസൂലുള്ളാഹി തയ്യാറാക്കിയ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവനായി വന്ന സഹാബാക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം നൽകി സ്വീകരിക്കുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട്. നബിയുടെ ജീവിതത്തിൽ ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള വലീമ അതായിരുന്നു എന്നാണ് സഹാബാക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത്. നിരവധി ആൾക്കാർ അവിടെ കടന്നുകൂടി. പ്രവാചകൻ്റെ വീടിനകത്തും പുറത്തുമൊക്കെയായി ഒരുപാട് പേർ സമ്മേളിച്ച ആ വലീമയിൽ പങ്കെടുത്ത് ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞ് അവിടെ തന്നെ ചില ആൾക്കാർ തുടരുന്ന ഒരു സാഹചര്യമുണ്ടായി. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തുപോയി മറ്റു ഭാര്യമാരെ കണ്ടു, അവർക്ക് സലാം പറഞ്ഞു മടങ്ങി വന്നിട്ടും തൻ്റെ അതിഥികളായി വന്നതിൽ ഭൂരിപക്ഷം ആൾക്കാരും പിന്നെയും അവിടെ അവശേഷിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രവാചക പത്നി വീട്ടിനകത്ത് ചുവരിലേക്ക് തിരിഞ്ഞ് ജനങ്ങളെ അഭിമുഖീകരിക്കാനുള്ളൊരു പ്രയാസം കൊണ്ട് അവർ നിൽക്കുകയും റസൂൽ പിന്നെയും കടന്നു വന്നപ്പോഴും ഇവരുടെ സാന്നിധ്യമുണ്ടായൊരു പശ്ചാത്തലത്തിൽ പ്രവാചകൻ അത് പ്രയാസമുണ്ടാക്കുകയും ചെയ്തു. എന്നാൽ നബിക്ക് അവരോട് തുറന്നത് പറയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ നബിയ്യ ഹത്താ തസ്തഅനിസു. നിങ്ങൾ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഭവനത്തിലേക്ക് അനുവാദം കൂടാതെ നിങ്ങൾ കടന്നു ചെല്ലാൻ പാടില്ല. നിങ്ങൾ ക്ഷണിക്കുന്ന പക്ഷം നിങ്ങൾക്ക് ആ ക്ഷണം സ്വീകരിച്ചു കൊണ്ട് കടന്നു ചെല്ലാം. അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നതും വിളമ്പുന്നതുമൊക്കെ നിങ്ങൾ നോക്കിക്കാണേണ്ട ആൾക്കാരല്ല. നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചാൽ ഭക്ഷണം കഴിക്കാനിരിക്കാം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവിടെ നിന്ന് മാറിപ്പോകേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഒരു ആതിഥേയൻ എന്ന നിലയിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിന്നെയും നിങ്ങൾ തുടർന്നാൽ അത് ബുദ്ധിമുട്ടായി തീരും. ആ ബുദ്ധിമുട്ട് നിങ്ങളോട് പറയാനുള്ള വൈഷമ്യതയും ലജ്ജയും പ്രവാചകനെ തടയും. പക്ഷേ അള്ളാഹു, ഞാൻ ഈ വിഷയത്തിൽ, സത്യം പറയുന്ന വിഷയത്തിൽ, ഇന്നല്ലാഹ ലാ യസ്തഹി മിനൽ ഹഖ്, സത്യസന്ധമായ നിലപാടുകൾ തുറന്നു പറയുന്ന വിഷയത്തിൽ അള്ളാഹു ആരുടെ മുന്നിൽ നാണിക്കുന്നില്ല, അള്ളാഹു ലജ്ജിക്കുന്നില്ല. അതുകൊണ്ട് വിശ്വാസികളെ അരുത് എന്ന് ആയത്തിറങ്ങുകയുണ്ടായി. അതിനെ തുടർന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു വന്ന് ഈ ആയത്തോതി കേൾപ്പിക്കുകയും അവരെല്ലാവരും പിരിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. ഒരു വിവാഹ കർമ്മത്തിൽ പങ്കെടുക്കുന്ന വിശ്വാസികൾ വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണിത്. വിവാഹമെന്നല്ല, ഏതൊരു ക്ഷണവും സ്വീകരിച്ച് കടന്നു ചെല്ലുന്ന ഓരോ വ്യക്തിയും ആതിഥേയനെ, ഇത് റസൂലിൻ്റെ വിഷയത്തിൽ ഇറങ്ങിയതാണെങ്കിലും ഇതിന് പൊതുവായൊരു കാഴ്ചപ്പാടുണ്ട്. പ്രവാചകനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് ലാസ്റ്റ് പറയുന്ന ആയത്തിൻ്റെ അവസാനത്തിൽ പ്രവാചകൻ്റെ പത്നിമാർ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ കഴിയില്ല, അവർ നിങ്ങളുടെ ഉമ്മയുടെ സ്ഥാനത്താണ്. ഈ വിധം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴും ഇതിൽ പൊതുവായൊരു സന്ദേശം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. നമ്മളൊരു ക്ഷണം സ്വീകരിച്ചൊരു വീട്ടിലേക്ക് ഒരു വിവാഹത്തിന് കടന്നു ചെന്നാൽ നമ്മൾ ക്ഷണിക്കുന്നത് ഏത് പരിപാടിക്കാണോ ആ പരിപാടിയുടെ ഭാഗമായി ആ ക്ഷണം സ്വീകരിച്ച് ഭക്ഷണവും കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ മാന്യമായി സലാം പറഞ്ഞ് പിരിയലാണ് ക്ഷണിക്കപ്പെട്ട അതിഥികൾ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും മാന്യമായ ഇടപാട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ വിവാഹങ്ങളുമായി ബന്ധപ്പെട്ട് നാട്ടുകാരും കൂട്ടുകാരും കാണിച്ചു കൂട്ടുന്നത് വലിയ ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളുമാണ്. ഒരു കൂട്ടുകാരൻ്റെ വിവാഹമാണെങ്കിൽ അല്ലെങ്കിൽ സഹോദരൻ്റെ വിവാഹമാണെങ്കിൽ അതൊരു അലങ്കോലമാക്കുക എന്നുള്ളത് അതൊരു ചടങ്ങാക്കി മാറ്റിയിട്ടുണ്ട്. കുറേ അലിമ്പുകൾ കാണിക്കാനും കുറേ ആൾക്കാരെ ഇടങ്ങേറാക്കാനും വടക്കോട്ടൊക്കെ പല പേരുകളിൽ അതിനറിയപ്പെടുന്നുണ്ട്. ഇന്നും തെക്കും ഇതിനൊരു കുറവില്ല. ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് ആ വിവാഹവുമായി ബന്ധപ്പെട്ട് അവർ വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പോകുന്നതിന് പകരം അവിടെ നിന്ന് ചെറുക്കനും പെണ്ണും ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ അവർക്ക് വാഴയില വെട്ടി വിരിച്ച് കഴിപ്പിക്കാൻ, അവർ വലിയ അണ്ടാവിലേക്ക് ആഹാരം വിളമ്പിട്ട് കറച്ചട്ടിയിൽ ചോറ് വിളമ്പിട്ട് അത് കഴിപ്പിക്കാൻ കൂട്ടുകാർ കൂടെ കൂട്ടിയിട്ട് നിർബന്ധിക്കുന്നൊരു സാഹചര്യം,
അത് കണ്ട് അട്ടഹസിക്കാനും ചിരിക്കാനും കൂടെ കൂടുന്നവർ, അത് വീഡിയോ പകർത്തുന്നവർ, അത് യൂട്യൂബിലും മറ്റുമൊക്കെ ഇട്ടിട്ട് വൈറലാക്കുന്നവർ, ഇതൊക്കെ വളരെ മോശമായ മാന്യതയ്ക്ക് നിരക്കാത്ത പെരുമാറ്റങ്ങളാണ്. ഇത് അലങ്കാരമായി കൊണ്ടു നടക്കേണ്ടതല്ല. ലജ്ജയോടുകൂടി മൂക്കത്ത് വിരൽ വെച്ചിട്ടേ എത്ര മ്ലേച്ഛമാണ് നമ്മൾ ചെയ്തു കൂട്ടിയത് എന്ന് ആലോചിച്ച് തിരുത്തേണ്ട വിഷയങ്ങളാണ്. മടങ്ങിപ്പോകുന്ന യാത്രകൾ കൂടെ കൂടുക, എന്നിട്ട് ടിപ്പറിൻ്റെ അകത്ത് ടിപ്പറിൻ്റെ JCBയുടെയും ടിപ്പറിൻ്റെ ബാക്കിൽ അല്ലെങ്കിൽ JCBയുടെ വേസ്റ്റ് കോരുന്ന ചവറ് കോരുന്ന ആ ഭാഗത്ത് കയറ്റി നിർത്തുക, അല്ലെങ്കിൽ പിക്കപ്പ് വാനിനകത്ത് കയറ്റി നിർത്തുക, പെണ്ണിനെയും ആണിനെയും കൂടെ. ആരാണ് നമുക്കിതിന് ലൈസൻസ് നൽകുന്നത് മനസ്സിലാവുന്നില്ല. ഈ നമ്മുടെ സുഹൃത്തായിരിക്കാം, കൂടപ്പറപ്പായിരിക്കാം, ആരുമായിക്കൊള്ളട്ടെ, മറ്റൊരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കയറാനുള്ള ഒരു സ്വാതന്ത്ര്യം, ഒരു ലിമിറ്റുണ്ട് നമുക്ക്. ഒരു ലിമിറ്റുള്ള, ഒരു പരിമിതിക്കപ്പുറത്ത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാൻ നമുക്ക് അവകാശമില്ല. സ്വന്തം മാതാവിൻ്റെ കിടപ്പറയിലേക്ക് 10 വയസ്സ് കഴിഞ്ഞൊരു മകൻ കടന്നു ചെല്ലണമെങ്കിൽ വാതിലിൽ മുട്ടി അനുവാദം ചോദിക്കണമെന്ന വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. സ്വന്തം ഉമ്മയാണ്. സ്വന്തം ഉമ്മയുടെയും ഉപ്പയുടെയും റൂമിൽ കയറാൻ പോലും ഒരു കുട്ടി 10 വയസ്സ് കഴിഞ്ഞാൽ മെച്ചൂർഡായ ഒരു കുട്ടി അനുവാദം ചോദിക്കണമെന്ന് പഠിപ്പിക്കുന്ന മതത്തിലാണ് പുതുതായി ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നവദമ്പതികളുടെ സ്വകാര്യതയിലേക്ക് പോലും കടന്നു ചെല്ലുന്ന ആ പെൺകുട്ടിയെ ആൺകുട്ടിയെ എടുത്തുയർത്തുന്ന, അവർ വെച്ച് നൃത്തം ചവിട്ടുന്ന, അവർക്ക് അനിഷ്ടകരമായ വിധത്തിലുള്ള, മോശമായ വിധത്തിൽ അവരെ പ്രയാസപ്പെടുത്തുന്ന വിധത്തിൽ കൂടെ കൂടുക. മണിക്കൂറുകൾ പലത് കഴിഞ്ഞാലും വിട്ടുപോകില്ല. കല്യാണം കഴിഞ്ഞു, ഇവിടെ കുറെ ചടങ്ങുകളുണ്ട്, അടുക്കളയും മറുവീടും എല്ലാം കഴിഞ്ഞ് അവസാനം മണിയറയുടെ വാതിൽ പടിക്കിൽ വരെ നീണ്ടു നിൽക്കുന്ന ഇത്തരം പെരുമാറ്റങ്ങൾ. ഈ അടുത്ത ഒരാൾ കാണിച്ചു കൂട്ടി, ഒരു വധൂവരൻ വളരെ അപ്രതീക്ഷിതമായിട്ട് വീടിന്റെ വാതിൽ കടക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുക്കളുടെ ആചാരപ്രകാരം വലതുകാല് വെച്ച് കടക്കാൻ വേണ്ടിയിട്ട് ദീപവും പിടിച്ച് നിൽക്കുമ്പോൾ തല രണ്ടും കൂടി കൂട്ടിയിടിച്ചു. അതുണ്ടാക്കിയ പ്രത്യാഘാതം, അതുണ്ടാക്കിയ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ട് പ്രതീക്ഷിക്കാതെ ഒരാൾ, അയാൾ കളിക്കാണ്, 19 വയസ്സുള്ള ആളാണ്, പുറകെ വന്നിട്ട് അത് വെച്ച് കളിക്കാണ്. 2 പേരുടെ തല തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് ആ പരിക്കും ആ ഒരു ഷോക്കിൽ നിന്ന് കുട്ടി പുറത്തു വരാൻ ഒരു ദിവസം കഴിഞ്ഞു. ഈ വിധത്തിൽ നമ്മൾ കാണിക്കുന്ന അബദ്ധങ്ങൾ എത്ര വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് വല്ലവൻ്റെയും ഭാര്യയുടെ അവൻ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ നിന്ന് തൊഴാനും മാന്താനും, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ അവരെ വലിച്ചു കൊണ്ടുപോകാനും ഒക്കെ ആരനുവാദം നൽകിയത്? എത്ര ശ്രമകരമായിട്ടാണ് ഒരു വിവാഹം ഇവിടെ നടത്തുന്നത്. നമ്മളതിലേക്ക് ഏറ്റവും സ്നേഹിതന്മാരെ എങ്ങനെ ഒഴിവാക്കുക, കൂടപ്പുറപ്പുകൾ എങ്ങനെ ഒഴിവാക്കുക? ആരെയും ഒഴിവാക്കുന്നില്ല. എല്ലാവരെയും മാന്യമായി ക്ഷണിച്ച് ഒരു നേരം ആഹാരമിട്ട് ആ ക്ഷണം സ്വീകരിച്ച് അവിടെ ചെന്ന് കഴിയുമ്പോൾ രാഖി രാമാനമ്പരെയും അവരെ ഇടങ്ങേറാക്കുന്ന, പ്രത്യേകിച്ച് പെൺവീട്ടുകാർ, ഇവിടെ നമുക്ക് വലിയ ബാധ്യതയാണ്. അതൊന്നും ഇസ്ലാമികമല്ല. നമ്മൾ തുറന്നു പറയുമ്പോഴും ഇത് വിധിക്കപ്പെട്ടവരെ പോലെ ഇതെല്ലാം ചുമക്കേണ്ടി വരുന്ന രക്ഷകർത്താക്കൾ ആ സായാഹ്നത്തിലെങ്കിലും ഒന്ന് വിശ്രമിക്കാമെന്ന് കണക്കാക്കുമ്പോൾ ആ സമയത്ത് മണിയറ കാണാണെന്ന് ഒപ്പം കൂടിയിട്ട് അവിടെയും വന്ന് ആഭാസത്തരങ്ങൾ കാണിക്കുക, അവിടെയും വന്ന് എന്തെങ്കിലും മോശത്തരങ്ങൾ ചെയ്തു വെക്കുക. ഇതൊക്കെ തമാശകളെയാണ്. ഇത് ഇസ്ലാം അനുവദിക്കുന്നില്ല. ക്ഷണം സ്വീകരിച്ചെത്തുന്നവർ അവരെ എന്തിനാണോ ക്ഷണിച്ചത് ആ ഭക്ഷണത്തിലേക്കാണ്. ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മാന്യമായി സലാം പറഞ്ഞ് പിരിയലാണ് മാന്യത എന്നുള്ള കാര്യം വിശ്വാസികൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം. നമ്മൾ ആൾക്കാർക്ക് ഈ പരിപാടി ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, യുവാക്കൾ ഗൗരവത്തോടെ ഈ വിഷയം മനസ്സിലാക്കണം. നമ്മൾ എന്തിനാണ് കടന്നു ചെല്ലുന്നത്? എന്ത് ഉപയോഗം നമ്മളെ കൊണ്ടുണ്ട് എന്ന് ആലോചിക്കണം. ഉപകാരങ്ങളേ ഇല്ല. ഉപദ്രവിക്കാൻ വേണ്ടി നിൽക്കാൻ പാടില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പാടില്ല. ഈ ആൾക്കാർ ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട്, ഈ വിവാഹം ആഘോഷങ്ങൾ, ഇതിലൊക്കെ ഇന്ന് ഈ ചെറുപ്പക്കാർക്കിടയിൽ പുതിയ ഒരു രീതി കണ്ടുവന്നിരിക്കുന്നത്, ഒരു പണി അവന് കൊടുക്കണം. കാരണം അവന് ജന്മദിനമാണ്, ഒരു പണി കൊടുക്കാം. അവൻ്റെ കല്യാണം വന്നൊരു പണി കൊടുക്കാം, ഒരു പണി കൊടുക്കുക. ഇത് തമാശകളിയാണ്. ഒരു മനുഷ്യൻ്റെ നാളിതുവരെയുള്ള സ്വകാര്യമായ ചിത്രങ്ങൾ പോലും ഫ്ലക്സാക്കി റോഡിൻ്റെ നടുക്ക് വെക്കുക, അതും കളിയാക്കാൻ വേണ്ടിയിട്ടും പരിഹസിക്കാൻ വേണ്ടിയിട്ടും വീഡിയോകൾ ഇറക്കുക, അത് സ്റ്റാറ്റസ് ആക്കുക. ബർത്ത്ഡേ ആഘോഷം എന്ന പേരിൽ എവിടെയെങ്കിലും പോയിട്ട് കുറെ കേക്ക് കട്ട് ചെയ്ത് മുഖത്ത് വാരിത്തേക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ പരിപാടികൾ, ഒരു ഷോക്ക് കൊടുക്കുക എന്ന്. ഇതെങ്ങും ഒരു സാമാന്യ മര്യാദയ്ക്ക് പോലും നിരക്കാത്തതാണ്. ഒരിക്കലും ഇസ്ലാം, ഒരു മുസ്ലിം ചെറുപ്പക്കാർ ഇത് ചെയ്യാൻ പാടില്ല. നാടെങ്ങനെ ഓടിക്കോട്ടെ, നമുക്ക് പോകാൻ, നമുക്ക് സഞ്ചരിക്കാൻ ഒരു പാതയുണ്ട്. വിശുദ്ധ ഖുർആൻ വരച്ചു കാണിച്ചൊരു സംസ്കാരമുണ്ട്. അത് കടന്നു പോകാൻ പാടില്ല, ക്രോസ് ചെയ്യാൻ പാടില്ല, ഒരു കാരണവശാലും പാടില്ല. ഇത് ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ഈ വലീമയുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇത് റസൂൽ കൊടുത്ത വലീമയാണ് ഈ സഹാബാക്കൾ പങ്കെടുത്തത്. ഈ വലീമയ്ക്ക് കൊടുക്കേണ്ട ഒരു വിവാഹ സൽക്കാരത്തിൻ്റെ ഇസ്ലാമിക സ്വഭാവം എന്നുള്ളത് വിവാഹം കഴിക്കുന്ന പുരുഷന്റെ ബാധ്യതയാണ്. അതും വലിയ നിർബന്ധിത ഒരു ബാധ്യതയൊന്നുമല്ല. വലീമയില്ലെങ്കിൽ നിക്കാഹ് ശരിയാവില്ല, അന്നൊരു പ്രോബ്ലവും ഇല്ല. എന്നാലും അള്ളാഹു ഒരു മനുഷ്യൻ നൽകുന്ന വലിയൊരു നിഅമത്താണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ നിഅമത്തിന് നന്ദി എന്ന പോലെ
ഏതൊരു അനുഗ്രഹം ഉണ്ടാകുമ്പോഴും ആ മനുഷ്യൻ അതിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ശുക്ർ എന്നുള്ളത് അവരിലേക്ക് വെച്ച് നീട്ടുന്ന ആഹാരമോ നല്ല വാക്കുകളോ ആണ്. മറ്റുള്ളവരിലേക്ക് കൂടി പകരുമ്പോഴാണ് ആ സന്തോഷത്തിന് പൂർണ്ണത ഉണ്ടാവുക. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. അദ്ദേഹത്തിന്റെ വസ്ത്രത്തിലെ വിശിഷ്ടമായ സുഗന്ധത്തിന്റെ കറ കണ്ടപ്പോൾ റസൂൽ ചോദിച്ചു, എന്താ അബ്ദുറഹ്മാൻ, വിവാഹം കഴിച്ചോ എന്ന്. അതിന് ഞാനൊരു വിവാഹം കഴിച്ചു എന്ന്. ഹിജറയ്ക്ക് ശേഷം മദീനയിൽ വന്ന് ആദ്യം കാലുറപ്പിക്കാൻ വേണ്ടി കച്ചവട രംഗത്തിറങ്ങി. കച്ചവടത്തിൽ അല്പം നീ കാലുറപ്പിച്ചു എന്ന് മനസ്സിലായപ്പോൾ ഒരു വിവാഹം കഴിച്ചു. ആ വിവാഹത്തിന്റെ അടയാളം കണ്ടപ്പോഴാണ് റസൂൽ ചോദിക്കുന്നത്, എന്നാൽ അബ്ദുറഹ്മാനെ, ഒരു ആടിനെയെങ്കിലും അറുത്തിട്ട് ഒരു വലീമ കൊടുത്തൂടെ എന്ന്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ആടിനെ അറുത്തതിന്റെ മാംസം കഴിക്കാവുന്ന വിധം ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലീമ അദ്ദേഹം നടത്തി. അതുപോലെ നമ്മളെ കൊണ്ട് സാധ്യമാകുന്ന വിധത്തിൽ വലീമ നടത്തേണ്ട ബാധ്യത അത് പുരുഷന്റെ ബാധ്യതയാണ്. നമുക്കൊരു കുടുംബമുണ്ടായിരിക്കുന്നു, നമ്മുടെ ജീവിതത്തിന്റെ പകുതിയായി ഒരുവൾ കടന്നു വന്നിരിക്കുന്നു, വലിയ അനുഗ്രഹമാണത്. ഇവിടെ ആസ്യൂഷ്യൽ സാധാരണയിൽ എന്ന പോലെ എല്ലാവർക്കും പെണ്ണ് കിട്ടുന്നു, കല്യാണം നടക്കുന്നു, മക്കളുണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് ഇതെങ്ങും മഹത്വമായാലും കണക്കാക്കുന്നില്ല. അത് വലിയ അനുഗ്രഹമാണ് മനുഷ്യരെ, അത് വലിയ അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരു പരിധിവരെ ആൾക്കാർക്ക് മനസ്സിലാവും, നമുക്ക് ജീവിത പങ്കാളി ഉണ്ടാവുക എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്, നമുക്ക് മക്കൾ ജനിക്കുക എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. അനുയോജ്യമായ ഇണയെ അന്വേഷിച്ചിട്ട് വിവാഹം നടക്കാതെ പോയ ആണുങ്ങൾ എത്ര പേരുണ്ട്? മഹർ എന്നുള്ളത് വലിയ ഒരു മൂല്യം, വിവാഹ മൂല്യം സ്ത്രീക്ക് കൊടുക്കണം എന്ന് പറയുന്ന സമ്പ്രദായം നിലനിൽക്കുന്ന നാട്ടിൽ പുരുഷന്മാർക്ക് പെണ്ണ് കിട്ടൽ പ്രയാസമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇന്നും സ്ത്രീകളൊക്കെ സ്വന്തം കാലം നിൽക്കാനും കരിയറിസത്തിന്റെ പുറകെയും പോയതിനെ തുടർന്നിട്ട് പെൺകുട്ടികൾക്ക് വിവാഹ താല്പര്യമില്ലാതായതോടുകൂടി പുരുഷന്മാർ പെണ്ണ് കിട്ടാൻ പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ട്. സ്ത്രീധനം എന്ന മഹാബാധ്യതയുടെ കാരണത്താൽ വിവാഹത്തിന്റെ സ്വപ്നങ്ങളുമായി വീടകങ്ങളിൽ കഴിയുന്ന ഒരുപാട് പെൺകുട്ടികളെ നമ്മുടെ രാജ്യത്ത് കാണാൻ കഴിയും. ഒരു അനുഗ്രഹമാണല്ലോ അത് വിവാഹം എന്നുള്ളത്. അതുപോലെ മക്കൾ ജനിക്കുക എന്നുള്ളത്, മക്കൾ ഉണ്ടാവുക എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. എത്രയോ മനുഷ്യരാണ് എന്തുമാത്രം ചികിത്സകൾ നടത്തിയിട്ടുണ്ട്. എത്ര നേർച്ചകൾ, എത്ര വഴിപാടുകൾ, എത്ര പ്രാർത്ഥനകൾ. പടച്ചവന്റെ തീരുമാനമാണ്, അവർക്ക് സന്താനങ്ങളില്ല. സ്വന്തം ചോരയിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നതിനേക്കാളും മഹത്തരമായൊരു മുഹൂർത്തവും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരാനില്ല. എൻ്റെ ജീവനിൽ നിന്നും എന്നെപ്പോലെ ജീവനുള്ള ഒരു മനുഷ്യനെ അള്ളാഹു ജന്മം നൽകുന്ന നിമിഷമുണ്ടല്ലോ, അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തം എന്നുള്ളത്. അത് അന്യം നിൽക്കുന്ന നിരവധി മനുഷ്യർ, എത്രയേറെ കുടുംബങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്നറിയുമോ? ആ അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുള്ളവർക്ക് അതിന് വാല്യൂ മനസ്സിലാവണം. അതുപോലെ അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് വിവാഹം എന്നുള്ളത്. ആ വിവാഹത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന് നന്ദി എന്നോണം നമ്മൾ അപരന്മാർക്ക് വിളമ്പുന്ന ആഹാരം അത് പുരുഷന്റെ ബാധ്യതയാണ്. അങ്ങനെ വലീമ കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഇത് സിസ്റ്റമൊക്കെ നേരെ എല്ലാത്തിലും ഇൻആകാസുൽ-ഉമൂർ എന്ന് പൊതുവിൽ പറയാറുണ്ട്. കാര്യങ്ങളെല്ലാം തലകീഴായി മറിയുക, എല്ലാം ഉൾട്ടയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇസ്ലാം പഠിപ്പിച്ചതൊന്ന്, നടക്കുന്ന വേറൊന്ന്. നേരെ തിരിച്ച് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും സർവ്വ മേഖലയിലും. അത് വിവാഹത്തിൽ തുടങ്ങുന്നത് കൊണ്ട് അനന്തരാവകാശം വരെ ഇത് അങ്ങനെ തന്നെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വാപ്പ മരണപ്പെട്ട് കഴിഞ്ഞാൽ സ്വത്തിന്റെ വിതരണം വരുമ്പോൾ ഒരു സ്ത്രീക്ക് കിട്ടുന്നതിന്റെ ഇരട്ടി പുരുഷന് കൊടുക്കണം എന്നുള്ള നിയമം വെച്ചിട്ടുണ്ട് വിശുദ്ധ ഇസ്ലാം. പക്ഷേ വിവാഹം മുതലേ ഈ പ്രശ്നം പറയണം. അങ്ങനെ അനന്തരാവകാശ നിയമങ്ങൾ നടപ്പിലാക്കപ്പെടുന്നില്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു പിതാവിന്റെ സമ്പാദ്യങ്ങൾ മുഴുവൻ പെൺമക്കൾക്ക് വീതിച്ചു കൊടുക്കുന്ന സ്ത്രീധനമായിട്ട് അവസാനം കടബാധ്യതകളും മകൻ അവശേഷിപ്പിച്ചുകൊണ്ട് പിതാവ് മരണപ്പെട്ടു പോകുന്ന ഒരുപാട് കുടുംബങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്. എവിടെ അനന്തരാവകാശ സ്വത്ത് എവിടെ പോയി? അത് പെൺകുട്ടികളെ കൊണ്ടുപോയി സ്ത്രീധനമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ സ്ത്രീധനം കൊടുത്തതിന്റെ പേരിൽ പിൽക്കാലത്ത് അനന്തര സ്വത്ത് ഉണ്ടെങ്കിൽ തന്നെ അതിൽ അവൾ അവകാശങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. മരണശേഷമുള്ള സ്വത്തിൽ എനിക്ക് മാത്രമാണ് അവകാശമെന്ന് വാശി പിടിച്ചിട്ട് അതുകൂടി സ്വന്തമാക്കുന്ന ആൺമക്കളെയും കാണാൻ കഴിയും. ഇത് രണ്ടും അനിസ്ലാമികമാണ്. ഇതെവിടെ എല്ലാ ഭാഗത്തും നമ്മൾ ഇസ്ലാമിന് ഉൾട്ടയായിട്ട് സഞ്ചരിച്ചുകൊണ്ട് സർവ്വ മേഖലയിൽ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അപ്പം അതുകൊണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, വിവാഹ കർമ്മത്തിലേക്ക് നമ്മൾ കഴിഞ്ഞ ആഴ്ച വരെ പറഞ്ഞെത്തിയത്, ഈ രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. ഇത് വെറുതെ കേൾക്കാൻ വേണ്ടി പറയുന്നതല്ല, പകർത്താൻ വേണ്ടി പറയാം. ചെറുപ്പക്കാരൊക്കെ വലിയ ബോധമുള്ള ആൾക്കാരൊക്കെ, വലിയ വിവേകമുള്ള ആൾക്കാരാ, വലിയ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാ, അതിനനുസരിച്ചുള്ള നിലവാരം ജീവിതത്തിൽ ഉണ്ടാവണം. ഏറ്റവും നല്ല പരിഷ്കാരവും ഏറ്റവും വലിയ സംസ്കാരവും ഏറ്റവും വലിയ പുരോഗതിയും സംസാരിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം. ഏത് കാലം വരെയും ഈ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുമ്പ് വരെ ലോകത്ത് കടന്നു വന്ന വേദങ്ങൾക്ക് പരിമിതിയുണ്ട്, ദേശങ്ങളുടെ പരിമിതിയുണ്ട്, കാലങ്ങളുടെ പരിമിതിയുണ്ട്. കാലങ്ങളെയും ദേശങ്ങളെയും അതിജീവിക്കുന്ന കാലാതീതവും ദേശാതീതവുമായ ഒരു വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ അവതീർണമാക്കിയതോടുകൂടിയാണ് അള്ളാഹു പ്രവാചക പരമ്പരയ്ക്ക് തന്നെ അവസാനമിട്ടത്.
എന്തുകൊണ്ട്? ഇനി ഒരു മാറ്റിത്തിരുത്തലിന് ആവശ്യമില്ല. ഏറ്റവും നൂതനമായ, ഏറ്റവും ആധുനികമായ നിയമങ്ങളും സംവിധാനങ്ങളും ഖുർആനിലുണ്ട്. കാലഘട്ടം എത്രയും മുന്നോട്ട് പോയാലും അവസാനം മനുഷ്യൻ വരെയുള്ള, അവസാന കണ്ണി വരെയുള്ള മനുഷ്യകുലത്തിന് ജീവിക്കാൻ ആവശ്യമായ പുരോഗമന ആശയങ്ങൾ ഖുർആനകത്തുണ്ട് എന്നുള്ളത് കൊണ്ട് പിന്നെ ഒരു പ്രവാചകനെ അയച്ചിട്ടില്ല, ഇനിയൊരു വേദവും വരാനില്ല. അതുകൊണ്ട് ഈ പുരോഗമന ചിന്താഗതികൾ, ഖുർആൻ പഠിപ്പിച്ച നവോത്ഥാനം, ഖുർആൻ പഠിപ്പിച്ച പുരോഗമനം, ഖുർആൻ പഠിപ്പിച്ച വികസനങ്ങൾ, അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അതാണ് ഏറ്റവും വലിയ മാന്യതയും ഏറ്റവും വലിയ സംസ്കാരവും. അത് ഒഴിവാക്കാൻ പാടില്ല. അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുപോലെ ഇനിയും പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ ഇതെല്ലാം പറഞ്ഞു വന്നത് ഒരു സന്തുഷ്ട കുടുംബത്തിൻ്റെ അടിത്തറയാണ്. ഒരു സന്തുഷ്ട കുടുംബം എങ്ങനെ നമുക്ക് ഈ അടിത്തറയിൽ നിന്നുകൊണ്ട് കെട്ടിയുയർത്താമെന്നുള്ളതാണ് അടുത്ത് ആലോചിക്കേണ്ടത്. വിവാഹം കഴിയുന്നത് എത്ര വലിയ ആഘോഷത്തോടെയാണ്, എത്ര ദിവസത്തെ പണിയാണ്. 1-2 മാസമൊക്കെ ആൾക്കാർ നടന്ന് കല്യാണം വിളിക്കുക. വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഇട്ടാലും ഫോൺ കോളൊക്കെ ചെയ്താലും 1-2 മാസങ്ങൾ ഇങ്ങനെ നടന്ന് കല്യാണം വിളിക്കണം. കല്യാണ ലെറ്ററുകൾ അടിക്കുന്നു, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ, പന്തി ഒരുക്കണം, ആൾക്കാരെ ക്ഷണിക്കണം, അതോടൊപ്പം തന്നെ ആഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുക്കണം, വസ്ത്രങ്ങൾ എടുക്കണം, ആഭരണങ്ങൾ എടുക്കണം. എത്രമാത്രം ചെലവുകൾ, എത്രമാത്രം ബാധ്യതകൾ, എത്രയേറെ ആൾക്കാരുടെ അടുത്ത് ഓടണം. ഫോൺ ചെയ്ത് പറഞ്ഞാൽ ചിലരൊക്കെ ഇഷ്ടപ്പെടില്ല. അടുത്തടുത്ത ബന്ധുക്കളുണ്ട്, അവർക്ക് അവരുടെ രീതിയുണ്ട്, അങ്ങനെ പോയി വിളിക്കണം. അങ്ങനെ ഇതിന് പിറകെ ഇറങ്ങി നിന്നൊരു കല്യാണം നടത്തി തീർത്തിട്ട് നാടൊട്ടാകെ അറിയിച്ച് എല്ലാവരും വന്ന് കല്യാണവും കഴിഞ്ഞ് പോയി. ഒരാഴ്ച പോലും തികയുന്നതിന് മുമ്പ് ഡിവോഴ്സാണ്. ഒരാഴ്ച പോലും തികയേണ്ട പല കല്യാണങ്ങളും കഴിഞ്ഞ് 3-ന്റെ 4-ന്റെ പെണ്ണും ചെറുക്കൻ 2 വീട്ടിലെ. അതെന്താ ആദ്യമൊക്കെ പറയും, അവൻ ഇങ്ങോട്ട് ഇവിടെ എന്ത് ചെയ്തു, കല്യാണമൊക്കെ കഴിഞ്ഞാലും കൊണ്ടാക്കിയിട്ട് പോയിരിക്കുകയാണ്, അടുത്ത ആഴ്ച വരുമെന്ന്. വരലില്ല. കമ്മിറ്റിയുടെ ഇടയ്ക്കൽ ചർച്ചയ്ക്കൊക്കെയാണ്. കൊടുത്തത് വാങ്ങിച്ചതിനെ കണക്കുകൾ പറഞ്ഞിട്ട് ഇതിവിടെ അവസാനിപ്പിക്കാന്ന്. ശരിയാവുന്നില്ലാന്ന്. ഞാൻ പ്രതീക്ഷിച്ചൊരു പെണ്ണല്ലേ ഇത് എന്ന്. ഞാൻ പ്രതീക്ഷിച്ചില്ല, വിവാഹ ജീവിതമല്ല എന്ന് പെണ്ണും പറയുന്നുണ്ട്. അപ്പോൾ ഈ നാടൊട്ടാകെ സന്തോഷത്തോടെ വിളിച്ചിടുന്ന ഈ രക്ഷകർത്താക്കളോ, ഈ ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടിയിട്ട്, ആബാലബന്ധം ജനങ്ങളെയും വിളിച്ചു കൂട്ടി ആഹാരമിട്ട് ആഘോഷമായി കല്യാണം നടത്തിയവരോ, അവിടെ പോയി സന്തോഷത്തോടെ ആഹാരം കഴിച്ചു വന്നവരോ, അവരെയൊക്കെ അവസ്ഥ ആലോചിക്കേണ്ടത്. എന്തുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്നു എന്നുള്ളത്, എന്തെൻ്റെ കാര്യമെന്നുള്ളത്, എന്തുകൊണ്ട് വിവാഹങ്ങൾക്ക് അല്പായുസായി പോകുന്നു. ഈ കേരളത്തിലെ 28 കുടുംബ കോടതികളിലായിട്ട് പ്രതിവർഷം 45,000-ഓളം കേസുകളാണ് ഡിവോഴ്സിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇത്രയും വലിയ വ്യാപകമായിട്ട് ഡിവോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു? നമ്മുടെ കൺസെപ്റ്റ്, നമുക്കൊരു കാഴ്ചപ്പാടില്ല വ്യക്തമായിട്ട്. ഒരു പ്രീ മാരിറ്റൽ എഡ്യൂക്കേഷൻ എന്ന നിലയിൽ വിവാഹപൂർവ്വ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചൊരു അധ്യാപനം, ഒരു പഠനം നമുക്കിടയിൽ നടക്കാറില്ല. എന്താണ് ദാമ്പത്യ ജീവിതമെന്ന് പഠിക്കണ്ടേ? ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും ആ വിഷയത്തെക്കുറിച്ചൊരു ധാരണ നമുക്ക് വേണ്ടേ? ഒരു കച്ചവടത്തിന് ഇറങ്ങുകയാണ്, നമ്മൾ തുണിക്കച്ചവടത്തിന് ഇറങ്ങുകയാണെങ്കിൽ ആ തുണിക്കച്ചവടവുമായി ബന്ധപ്പെട്ട് എവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം, എത്ര മാർജിനിൽ നമുക്ക് ലാഭത്തിൽ വിൽക്കാൻ കഴിയും, എവിടെ കട തുടങ്ങണം, എത്ര പേര് കസ്റ്റമർ ഉണ്ടാക്കാം, ഒരു ഡെയിലി എത്ര രൂപയുടെ നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും, നമ്മുടെ ബിസിനസ് എങ്ങനെ പോയാൽ ലാഭകരമാവും, എങ്ങനെ പോയാൽ നഷ്ടങ്ങൾ വരും, ഇതൊക്കെ ഗ്രഹപാഠം നടത്തി ഹോംവർക്ക് ചെയ്തിട്ടാണ് ഒരു കച്ചവടം ഒരാൾ ചെയ്യുന്നത്. എന്നിട്ടും അവന് ഇനി കച്ചവടം വിജയിപ്പിക്കാൻ കഴിയുന്നില്ല. പിറ്റേന്ന് താഴിട്ട് പൂട്ടിയിട്ട് അവൻ പൊക്കൊണ്ടായിരിക്കും, കുഴപ്പമില്ല. അങ്ങനെ തോന്നുമ്പോൾ അടച്ചു പൂട്ടേണ്ടതാണോ കുടുംബജീവിതം? എൻ്റെ ലൈഫ് ലോങ് വേണ്ടവൾ, എൻ്റെ ജീവിതകാലം മുഴുവൻ, എൻ്റെ മരണക്കിടക്ക വരെയും എന്നോടൊപ്പം വേണ്ടവൾ എൻ്റെ ഭാര്യ, എൻ്റെ മക്കളെ പെറ്റെടുക്കേണ്ടവൻ, എൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടവൻ. അങ്ങനെ പെണ്ണിനെ കുറിച്ച് ആണിനെ കുറിച്ചൊരു പെണ്ണിനും സങ്കല്പം ഉണ്ടാവില്ലേ? ഈ ബന്ധങ്ങൾ നാളെ സ്വർഗം വരെ നിലനിൽക്കണമെന്ന്. നാളെ സ്വർഗത്തിൽ ഓരോ മനുഷ്യന് നൽകിയിട്ടുള്ള ഭവനത്തിലേക്ക് കടന്നു ചെന്നിട്ട് വാതിൽ മുട്ടി സലാം പറഞ്ഞു കയറുമ്പോൾ പുഞ്ചിരിയോടെ സ്വീകരിക്കുന്ന ഇതേ ഭാര്യമാരുണ്ടാകണമെന്ന്. അത്രയും വിശാലമായൊരു ബന്ധമാണ് ദാമ്പത്യം എന്നിരിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ, എങ്ങനെ ഒരു ഭാര്യയായി ഞാൻ ജീവിക്കേണ്ടത്, എങ്ങനെ ഒരു ഭർത്താവായി ഞാൻ ജീവിക്കേണ്ടത്, എന്തെങ്കിലും പഠനമുണ്ടോ? ഇല്ല. നമ്മൾ സിനിമയിലും സീരിയലും കണ്ടിട്ടുള്ളത്, നമ്മൾ നോവൽ വായിച്ചിട്ടുള്ളതുമാണ് നമ്മുടെ സങ്കല്പങ്ങൾ. സീരിയലും സിനിമയിലും ഒക്കെ കണ്ടുപഠിച്ചത്, നോവലിൽ കണ്ടതുമാണോ യഥാർത്ഥ ജീവിതം എന്നുള്ളത്? പച്ചയായ ജീവിതങ്ങൾ പഠിക്കേണ്ടത് വീട്ടിൽ നിന്നാണ്. വാപ്പയും ഉമ്മയും സ്നേഹം കൈമാറുന്നതും, അവർക്കിടയിൽ പിണക്കമുണ്ടാകുന്നതും, അവർ പിണക്കം അവസാനിപ്പിക്കുന്നതും, അവർ ദാമ്പത്യം നടത്തുന്നതും മക്കളെവിടെ കാണാൻ കഴിയുന്നത്? അങ്ങനെയൊന്നും നടക്കുന്നില്ല. ഭാര്യ ഭർത്താവിൻ്റെയും ഭർത്താവ് ഭാര്യയ്ക്ക് ശല്യമാകാതിരിക്കാൻ 2 പേർക്ക് മൊബൈൽ ഫോണുണ്ട്, 24 മണിക്കൂറും ഇൻ്റർനെറ്റുമുണ്ട്. അതുകൊണ്ട് അവർക്കിടയിൽ പരാതികളും പരിഭവങ്ങളും ഇല്ല. ഞാനും ചാറ്റ് ചെയ്യാം, നിങ്ങളും ചാറ്റ് ചെയ്യാം. അവസാനം നമ്മൾ ചീറ്റ് ചെയ്തു എന്ന് തോന്നുമ്പോൾ അവസാനിപ്പിക്കാം. അപ്പോൾ 2 പേര് 2 സൈഡിൽ ഇരിക്കുകയാണ്. അതിൻ്റെ നടുക്ക് ശല്യക്കാരനായി മക്കൾ കളിക്ക് ഒപ്പം കൂട്ടാൻ വേണ്ടി വരുമ്പോൾ പാപ്പയുടെ മുമ്പിൽ വന്നിട്ട് അവൻ്റെ പാടവം കാണിക്കാൻ, അവൻ പാട്ടുപാടി കേൾപ്പിക്കാൻ, അവൻ കഥ പറയാൻ വേണ്ടി കൊച്ചുമക്കൾ വരുമ്പോൾ അവനും ഒരു മൊബൈൽ വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ അവനും അവസാനിച്ചു. അവന് മറ്റേ വെടിവെപ്പ് കളിച്ചുകൊണ്ട് അവനെ ഒരു ഭാഗത്തിരിക്കും. 3 നോക്കിയിട്ടില്ലേ സ്നേഹത്തെ കാണുക?
സ്നേഹം കണ്ടു പഠിക്കണം. കുടുംബമാണ്. ഈ ബാപ്പയും ഉമ്മയിൽ നിന്നുമാണ് അടുത്തൊരു ദാമ്പത്യത്തെക്കുറിച്ച് മക്കൾ പഠിക്കേണ്ടത്. എങ്ങനെയാണ് എൻ്റെ ഉമ്മ വിട്ടുവീഴ്ച ചെയ്തതെന്ന്. ഒരു കുടുംബം കൊണ്ടുപോകാൻ എൻ്റെ ഉമ്മ സഹിച്ച ത്യാഗങ്ങൾ, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ ഉമ്മയുടെയും എൻ്റെ ബാപ്പയുടെയും ഉപ്പയുടെയും ഒക്കെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി എൻ്റെ പിതാവ് നടത്തിയ ത്യാഗങ്ങളും ശ്രമങ്ങളും, ഇതൊരു വലിയൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ്, പരസ്പര ധാരണപ്പുറത്ത് പറയാതെ ഞാൻ പകുതി നോക്കാം നീ പകുതി നോക്കണം എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല ഭാര്യയും ഭർത്താവും. പക്ഷെ അവർ ഷെയർ ചെയ്തു, സ്വാഭാവികം എന്നോണം ജീവിതത്തിൻ്റെ പകുതി അയാൾ കൈകാര്യം ചെയ്തു. ഒരു ഭർത്താവും ഒരിക്കലും എന്തെങ്കിലും ഭാര്യയോട് പറയില്ല, ഈ വീട്ടിലേക്ക് കറണ്ട് ബില്ല് അടക്കി, മീൻ വാങ്ങിച്ചുകൊണ്ട് പോവാ, പൈസ എവിടെ, അല്ലെങ്കിൽ പച്ചക്കറി വായിൽ പലചരക്ക് വാങ്ങിച്ചുകൊണ്ട് പോവാം, അവിടെ കൊടുക്കാനുള്ള പൈസ കൊടുക്കാത്തത്. അങ്ങനെ ഭാര്യയെ നിർത്തിയിട്ട് സാമ്പത്തിക ബാധ്യതകൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഭർത്താവിനെയും കാണാൻ കഴിയില്ല. എന്നാൽ ഒരു ഭർത്താവിനോടും ഒരു ഭാര്യയും പറയാറില്ല, നിങ്ങൾ പാചകം ചെയ്തില്ലേ, അടുക്കള വൃത്തിയാക്കിയില്ലേ, മുറ്റം അടിച്ചില്ലേ എന്ന്. ഇതാർക്കും ചെയ്യാവുന്ന പണിയാണ്. പക്ഷേ അവർ പരസ്പരം ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ പകുതി ഞാനാണ് എന്ന് അവർ ഏറ്റിരിക്കുകയാണ്. മക്കളുടെ കാര്യങ്ങൾ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. മക്കളെ കുളിപ്പിക്കേണ്ട കാര്യം, അവർക്ക് വസ്ത്രം അടിക്കേണ്ട കാര്യം, കൃത്യമായി സ്കൂൾ ബസ് വരുന്നതിന് മുമ്പ് അവരെ ഒരുക്കി ഇറക്കി ആ ബസ്സിൽ കയറ്റി വിടേണ്ട ബാധ്യത അത് ഞാൻ ഏറ്റെടുത്തു. നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോളാൻ. ഇതൊന്നും പറയാറില്ല. ഇതെല്ലാം അവൾ ചെയ്യുമെന്ന വിശ്വാസത്തിലാണ് അയാൾ ബാഗ് എടുത്തുകൊണ്ട് പണിക്കിറങ്ങുന്നത്. അന്നോടന്ന് പണം സമ്പാദിച്ചു വരുമ്പോൾ ഒരു മെസ്സേജേ കാണാറുള്ളൂ, ഉലുവ വേണം, കടുക് വേണം, ഉപ്പ് വേണം, പഞ്ചസാര വേണമെന്ന്. അത് വൈകുന്നേരം നോക്കിയിട്ട് അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ അത് അയാളുടെ ബാധ്യതയാണ്. ഇതിങ്ങനെ ഷെയർ ചെയ്തൊരു കുടുംബം കൊണ്ടുപോകുമ്പോൾ ഇത് കണ്ടു വളരുന്ന മക്കൾക്ക് ആ ഒരു കുടുംബ ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയാൻ കഴിയും. പക്ഷെ ഇതാ കാണുന്നില്ല. ഇതൊന്നും കാണാത്ത കുറേ കുട്ടികൾ ഹോസ്റ്റലിലും അവിടെ ഇവിടെയൊക്കെ നിന്ന് കുറേ പഠിച്ച് അവർ കാണുന്നത് അവർ ക്യാമ്പസുകളിൽ കണ്ട പ്രണയങ്ങളാണ്. അവർക്ക് ഉള്ളിലുള്ള ഏറ്റവും വലിയ ദാമ്പത്യ ജീവിതം. ഒരു ദിവസം കൊടൈക്കനാലാണെങ്കിൽ ഒരു ദിവസം ഊട്ടി, ഒരു ദിവസം ഊട്ടിയിലാണെങ്കിൽ ഒരു ദിവസം സിനിമ തിയേറ്ററിൽ, അങ്ങനെ മാറി മാറി ഇന്ന് വിനോദസഞ്ചാരങ്ങൾ കേന്ദ്രങ്ങളിലേക്ക് കറങ്ങി നടക്കുകയും ഇടവേളകളില്ലാതെ സിനിമകൾ കാണുകയും അങ്ങനെ ഒരുപാട് മന്തികളൊക്കെ കഴിച്ച് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ റോന്ത് ചുറ്റി കറങ്ങി നടക്കുന്ന മരം ചുറ്റി പ്രേമത്തിൻ്റെ പേരാണ് ദാമ്പത്യമെന്ന് കണക്കാക്കുന്ന മക്കൾ. അവർ വിവാഹം കഴിക്കുമ്പോഴത്തേക്ക് അവർക്കിത് മനസ്സിലാവില്ല. ഇതല്ല ഞാൻ കണ്ട വിവാഹ ജീവിതം. ഇതെങ്ങും പറ്റൂലെന്ന്. കാരണം നേരം വെളുക്കുമ്പോൾ സുബഹിക്ക് വന്ന് വാതിൽ മുട്ടിയിട്ട് അമ്മായി വിളിക്കുന്നുണ്ട്, മക്കളെ മോളെ എണീക്ക്, വിവാഹം കഴിഞ്ഞ്. ഇതൊന്നുമല്ല, ഇങ്ങനെയും വിളിച്ചുണർത്താൻ എൻ്റെ വീട്ടിൽ പോലും ആരും എന്നെ വിളിച്ചുണർത്തില്ലായിരുന്നു എന്ന്. അതുകൊണ്ട് ആ കുട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഒരു ഉമ്മയുടെ സ്ഥാനത്ത് കാണേണ്ടവർ, നമ്മുടെ രക്ഷകർത്താവിൻ്റെ സ്ഥാനത്ത് കാണേണ്ടവരാണ്. ഉമ്മ നമ്മളോട് കാണിക്കുന്ന ഒരു ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചൂടായാൽ നമ്മൾ എങ്ങനെയാണോ കണക്കാക്കേണ്ടത് അതുപോലെ തന്നെയാണ് അമ്മായിയും കാണേണ്ടത്. പക്ഷെ അങ്ങനെയും കാണാൻ തയ്യാറല്ല. കാരണം അടിസ്ഥാനപരമായി തന്നെ ഈ ബന്ധത്തിൻ്റെ മഹത്വം അറിയില്ല. ഈ ബന്ധത്തിന്റെ മഹത്വം അറിയില്ല. ദാമ്പത്യത്തിലേക്ക് കടക്കുന്നവർ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു വചനമാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ എന്ന്. അള്ളാഹുവിൻ്റെ ആയത്താണ് എന്ന്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് എന്ന് അത് ഖുർആൻ പറയുന്നത്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് അതാത് വർഗത്തിൽ നിന്ന് അള്ളാഹു ഇണകളെ സംവിധാനിച്ചു എന്നുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ വർഗത്തിൽ നിന്ന് ഇണയെ സംവിധാനിച്ചു എന്നത് അള്ളാഹുവിൻ്റെ ആയത്താണ് എന്ന് ഖുർആൻ പറയുന്നത്. അതുപോലെ ദൃഷ്ടാന്തമാണ്. അത് ചിന്തിക്കാൻ വലിയ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്. ഈ പോയിന്റ് തന്നെ വളരെ ഗൗരവപ്പെട്ടതാണ്. മറ്റൊരു വർഗമല്ല. വിവാഹം കഴിക്കുന്ന ആണും പെണ്ണും നന്നായി മനസ്സിലാക്കുക. ഞങ്ങൾ വിവാഹം കഴിക്കുന്നത് നമ്മുടെ തന്നെ വർഗത്തിൽപ്പെട്ട ഒരാളാണ്. ജെൻഡർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വർഗീയമായൊരു ആധിപത്യത്തിന് അവകാശമില്ല. അവൾ വേറെ വർഗമാണ്, അതുകൊണ്ട് ഞാൻ മനുഷ്യവർഗത്തിൽപ്പെട്ടതാണ്, അതുകൊണ്ട് എനിക്ക് മഹത്വം കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ മഹത്വമുള്ളവനായിത്തീർന്ന് മറ്റേയാളെ കീഴടക്കി വെക്കാൻ അനുവാദമില്ലാന്ന്. കാരണം നിങ്ങൾ രണ്ടുപേരും, ആണും പെണ്ണും രണ്ടും ഒരു വർഗത്തിൽപ്പെട്ടവരാണ്. ജെൻഡർ മാത്രമേ വ്യത്യാസമുള്ളൂ. ആ ഒരേ വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇണകളെ സംവിധാനിച്ചത് ഇക്വാലിറ്റി, സമത്വം നിങ്ങൾക്കിടയിൽ നിലനിൽക്കാൻ വേണ്ടി കൂടിയാണ്. അത് ഗൗരവത്തോടെ മനസ്സിലാക്കണം. എന്നെപ്പോലെ പച്ച മനുഷ്യനാണ് എൻ്റെ ഭാര്യ എന്നുള്ളത്. എന്നെപ്പോലെ ആഗ്രഹങ്ങളുള്ള, എന്നെപ്പോലെ നിലപാടുകളുള്ള, എന്നെപ്പോലെ ഇഷ്ടാനിഷ്ടങ്ങളുള്ള, വ്യക്തിപരമായി സ്വതന്ത്രമായ ചിന്തകളുള്ള, ആശയങ്ങളുള്ള, ആഗ്രഹങ്ങളുള്ള, സ്വപ്നങ്ങളുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നൊരു പെണ്ണ് എന്ന് മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് കഴിയണം. അതുപോലെ ഒരു പെണ്ണിനും കഴിയണം. അല്ലാതെ ഞാൻ വരച്ച വരയിൽ ഇനി നടക്കും, എൻ്റെ ഇഷ്ടങ്ങളാണ് ഇന്ന് മുതൽ നിൻ്റെ ഇഷ്ടം എന്നൊരു പെണ്ണിനോട് പറയാൻ കഴിയൂ? അവൾക്ക് അവളുടേതായ ഇഷ്ടങ്ങളുണ്ട്. നിനക്ക് ചുവപ്പ് നിറമായിരിക്കും ഇഷ്ടം, അവൾക്ക് നീല നിറമായിരിക്കും ഇഷ്ടം. വിവാഹത്തിന് ശേഷം നമുക്ക് രണ്ടുപേർക്കും ചുവപ്പാണ് ഇഷ്ടം എന്ന് പറയാൻ കഴിയുമോ? അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്, നിലപാടുകളുണ്ട്, സങ്കല്പങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, വ്യക്തിത്വമുണ്ട്. സെപ്പറേറ്റ് രണ്ട് വ്യക്തിത്വങ്ങളാണ്. അത് അംഗീകരിച്ചുകൊണ്ടേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നീ വരച്ച വരയിൽ അവളെയോ അവൾ വരച്ച വരയിൽ നിന്നെയോ നിർത്തുക എന്നുള്ളതല്ല ദാമ്പത്യത്തിൻ്റെ ലക്ഷ്യമെന്നുള്ളത്. അതല്ല ദാമ്പത്യത്തിൻ്റെ ലക്ഷ്യമെന്നുള്ളത്. രണ്ടുപേരും രണ്ട് തടിയായിരിക്കുമ്പോൾ തന്നെ, രണ്ടുപേർക്കും രണ്ട് സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ആശയങ്ങളും ഉള്ളപ്പോൾ തന്നെ അവർ രണ്ടുപേരും ഒന്നായി ജീവിക്കുക എന്നുള്ളതാണ്. ആ
ഒന്നായി ജീവിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അവർക്കിടയിൽ നിക്ഷേപിക്കുന്ന നിക്ഷേപത്തിന്റെ പേരാണ് ജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, പരസ്പര സ്നേഹവും കാരുണ്യവും. പരസ്പര സ്നേഹ കാരുണ്യമുള്ളവരായി മാറാൻ കഴിയണം, അത്രയേ ഉള്ളൂ. ഒന്നാമത് നമ്മൾ രണ്ടും ഒരു വർഗമാണെന്ന് മനസ്സിലാക്കുക. ആ വർഗീകരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഓരോരുത്തരും ഓരോ വ്യക്തിത്വങ്ങളാണ് മനസ്സിലാക്കുക. അത് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഒന്നാമത് ഒരു പരിധിവരെ കാര്യങ്ങൾ ക്ലിയർ ആണ്. പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. പിന്നെ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഭർത്താവിനെ മനസ്സിലാക്കാൻ അവരുടെ ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ, താല്പര്യങ്ങൾ, സ്വഭാവങ്ങൾ, മുൻകോപം, അവർ ഒരു അവധാനത, ഒരു ക്ഷമ, വാക്കുകളുടെ പ്രയോഗങ്ങൾ, എപ്പോഴാണ് ദേഷ്യം വരുന്നത്, എപ്പോഴാണ് സങ്കടം വരുന്നത്, എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ടാവും. എല്ലാവരും ഒരേപോലെ ആവില്ലല്ലോ, ഒരു അച്ചിൽ വാർത്തതല്ലല്ലോ. അത് കണക്കിന് ഭാര്യയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും താല്പര്യങ്ങളും അവരുടെ സ്വഭാവ ശൈലി, അവരുടെ ജീവിതമായ ഒരു സാഹചര്യം, ഇത് കൃത്യമായി മനസ്സിലാക്കാൻ അല്പ ദിവസം വേണ്ടി വരും. പക്ഷെ എന്നാലും പരസ്പരം മനസ്സിലാക്കാൻ കഴിയണം. പരസ്പരം മനസ്സിലാക്കിയാൽ മാത്രമേ കൃത്യമായി ജീവിതം മുന്നോട്ട് പോകൂ. ഹാജറിന്റെ മഹത്വം ഖുർആൻ സംസാരിക്കുന്നുണ്ട്. ഭാര്യമാരെ കുറിച്ച് ഒരുപാട് ഭാര്യമാരെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. പക്ഷേ ഹാജറിന്റെ പേര് മാത്രം ഇങ്ങനെ പ്രത്യേകം വേറിട്ട് നിൽക്കും, പ്രക്ഷോഭിതമായി നിൽക്കും. എന്തുകൊണ്ടെന്നറിയുമോ? ഒരു കാപ്രി സ്ത്രീയായിരുന്ന, ഈജിപ്തിലെ ഒരു കാപ്രി സ്ത്രീയായിരുന്ന, ഒരു കറുത്തവർഗക്കാരിയായിരുന്ന, കേവലം ഒരു അടിമ ജീവിതം നയിച്ചിരുന്ന ഒരു സ്ത്രീ ലോകത്തിന്റെ നെറുകയിലേക്ക് അള്ളാഹു ഉയർത്തിയത് അവരെ മഹത്വം കൊണ്ടാണ്. എന്താ മഹത്വത്തിന്റെ ഏറ്റവും വലിയ മാനദണ്ഡം? അവർ അള്ളാഹുൽ വിശ്വസിക്കുകയും സ്വന്തം ഭർത്താവിനെ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. തൻ്റെ ഭർത്താവിനെ മനസ്സിലാക്കാൻ മറ്റൊരാളുടെ സഹായം അവർക്ക് ആവശ്യമായിരുന്നില്ല. ഈ കുഞ്ഞു പൈതലിനെയും കൊണ്ട്, ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ട് ഒരു മരുഭൂമിയിൽ വിട്ടുപോകുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചതാണ്, അള്ളാഹു നിർദ്ദേശമാണോ എന്ന്. ആണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ പൊക്കോളാൻ. ഒരു മനുഷ്യൻ പോലും കടന്നു വരാത്ത ഈ മാമരുപ്പച്ചയിൽ, അവിടെ കുന്നുകളും മലകളും മൊട്ടക്കുന്നുകളും മാത്രമുള്ളിടത്ത്, ഒരു തുള്ളി വെള്ളത്തിന്റെ പോലും സാധ്യതയില്ലാത്ത, ഒരു കനി പോലും കാക്കാത്ത ആ മരുഭൂമിയിൽ കളഞ്ഞു പോകുമ്പോൾ നിങ്ങൾ പൊക്കോളൂ എന്ന് ഭർത്താവിനെ മനസ്സിലാക്കി പറഞ്ഞൊരു വാചകത്തിൽ അള്ളാഹുള്ള വിശ്വാസം നിഴലിച്ചിട്ടുണ്ട്. അത് നിൽക്കണം, അതാ ധൈര്യം. നമ്മളിവിടെ ഇന്ന് വീട് കാരണം നിവർത്തിയില്ല, അമ്മാതിരി വീടുകൾ കുത്തി നിറഞ്ഞിരിക്കുന്നത്. ഒരു മതിലിനപ്പുറത്ത് അടുത്ത് വീടിരിക്കണം, ഇവിടെ നിന്ന് ചുമച്ചാൽ അവിടെ കേൾക്കാം. അങ്ങനെ വീടുള്ളിടത്ത് പോലും ഭാര്യ തനിച്ചാണെങ്കിൽ നമുക്ക് ഭയമാണ്. ഒന്ന് ഫോൺ ചെയ്യും, എന്താണ് കിടന്നുറങ്ങിയോ? ഒരു ധൈര്യക്കുറവാ. ഇത്രയും വീടുകളും ജനങ്ങളും ഉള്ളിടത്ത് പോലും തൻ്റെ ഭാര്യയെ ഒരു വീട്ടിൽ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളത് കൊണ്ട്, ഇത്രയും വെളിച്ചമുള്ള, ഇത്രയും ആധുനിക സംവിധാനങ്ങളുള്ള, വീഡിയോ കോൾ ചെയ്ത് കാണാൻ പോലും കഴിയുന്ന അവസരമുള്ളിടത്ത് നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുന്ന ഭാര്യയുടെ വിഷയത്തിൽ ആശങ്കയാകുമ്പോൾ, ഒരു മരുഭൂമിയിൽ ഒരു മനുഷ്യൻ പോലും കടന്നു വരാത്തിടത്ത് ആ രാത്രിയും പകലും തള്ളി നീക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ കളഞ്ഞിട്ട് പോകുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. തൻ്റെ ഭർത്താവിൻ്റെ താല്പര്യം, തൻ്റെ ഭർത്താവിന് അള്ളാഹു കൊടുത്ത നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിട്ട് ഒരു അഭിപ്രായം പോലും പറയാതെ, ഒന്ന് വെറുപ്പ് പോലും പ്രകടിപ്പിക്കാതെ, ധിക്കാരത്തോടെ സംസാരിക്കാതെ, അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒപ്പം കൂടാതെ നിന്നൊരു മഹിതയുണ്ടല്ലോ, അതാ ഹാജർ. എന്തുകൊണ്ടെന്നറിയാമോ? അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, തൻ്റെ ഭർത്താവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, തൻ്റെ ഭാര്യയെ മനസ്സിലാക്കി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് കഴിഞ്ഞിട്ടുണ്ട്. അന്യോന്യം മനസ്സിലാക്കാൻ കഴിയണം. അതാ ഖദീജ റളിയല്ലാഹു തആല അൻഹയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് വരും ആഴ്ചകളിൽ വിശാലമായി ചർച്ച ചെയ്യാവുന്നതാണ് ഈ വിഷയം.